ഞാൻ ഇന്ന് പറയുന്നത് കേട്ടിട്ട് രേണു സുധിയുടെ PR വർക്കാണ് ഞാനെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. കാരണം എന്ന് വെച്ചാല് പുറത്ത് രേണു സുധി എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടോ അതുപോലെ ഒന്നും ആയിരുന്നില്ല രേണു സുധി അകത്ത്. ഏതോ ഒരു മൂലയ്ക്ക് എവിടെയൊക്കെയോ ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് കഷ്ടപ്പെട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി. ബിഗ് ബോസിന് ക്യാമറയിൽ ഉറപ്പായിട്ടും രേണു സുധിയെ കാണിക്കണം എന്ന് വാശി പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡിലൊക്കെ രേണു സുധിയെ കാണിക്കേണ്ടി വരുന്നു. കഷ്ടപ്പെട്ടാണ് രേണു സുധിയെ കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇല്ലേ, നമ്മൾ സാധാരണ വാഴകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു പടുവാഴയായിരുന്നു രേണു സുധി. അങ്ങേയറ്റം വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന കണക്കാണ്. അതായത് പുറത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ രേണുസുധി വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന കണക്കാണ് എനിക്കും തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പം ഒന്ന് ഇടയ്ക്ക് കയറി മിങ്കിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ഒരുപാട് പേര് ആക്റ്റീവ് അല്ല എന്നുള്ള പേരിൽ മറ്റ് മത്സരാർത്ഥികൾ രേണുസുധിയെ നോമിനേറ്റ് ചെയ്തിട്ട് വരെ ഉണ്ട്. പക്ഷേ ഇന്നലത്തെ ദിവസം നെവിനുമായിട്ടുള്ള രേണുസുധിയുടെ കുറച്ച് ഇൻട്രാക്ഷൻ ഉണ്ട്. അതിൽ രേണുസുധിയെ ഡാഗിനി എന്ന് നെവിൻ വിളിക്കുന്നുണ്ട്. പക്ഷേ രേണു അത് എടുത്തത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ്. അവർ തമ്മിൽ നെവിനും രേണുസുധിയും തമ്മിൽ ചെറിയ രീതിയിലൊക്കെ ഒരു വഴക്ക് പോലെ അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചും പോകുന്നുമുണ്ട്. അതുപോലെ നമ്മുടെ അനുമോളും നൂറയും ആദിലയും എല്ലാം കൂടെ ചേർന്ന് രേണുവിനോട് ആ വീടിന്റെ കാര്യം ചോദിക്കുന്ന ഒരു ഇഷ്യൂ വരുമ്പോഴും രേണു പറ്റാവുന്ന കണക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം രേണുവിന്റെ ഭാഗത്ത് അവിടെ വലിയ ന്യായമില്ല. അത് ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ആർഗ്യൂ ചെയ്യാൻ ആ ഒരു കാര്യം എടുത്തിടാൻ കിട്ടിയ അവസരം അവരും നന്നായിട്ട് ഉപയോഗിച്ചു. അനുമോള് നന്നായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലൈവിൽ സംഭവിച്ച കാര്യം, അക്ബർ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച കാര്യം, അതിനോട് 1% പോലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ശരിയാണ്, ഇത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ്, അതിനെ ഒരു ടാസ്ക് ആയിട്ട് ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞാലും ശരി, അക്ബറാണ് ആദ്യം രേണുവിനെ, ബാക്കി എല്ലാവരും ഓരോരോ ഇരട്ടപ്പേരുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും മോശമായൊരു പേര് അത് എങ്ങനെ അക്ബറിന്റെ തലയിൽ വന്നു എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന ഒരു ഗസ് ഞാൻ പറയാം. അക്ബർ പുറത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്, അതായത് പുറത്ത് രേണുവിന്റെ രീതികളെ കുറിച്ചും അല്ലെങ്കിൽ രേണുവായിട്ട് ബന്ധപ്പെട്ട വൈറൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിന്റെ ഏതോ കമന്റ് വായിച്ചിട്ടുള്ള ഒരു പേരായിരുന്നു അത്. ഒരാവശ്യവും ഇല്ലായിരുന്നു. രേണു അവിടെ അങ്ങനെ ഒരു പേര് അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ബിഗ് ബോസ് ഹൗസിൽ രേണു ആ പേര് അർഹിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ രേണു തിരിച്ച് അക്ബറിനെ വിളിക്കുന്നത് വേട്ടപ്പട്ടി എന്നാണ്. അത് ഈ വേട്ടപ്പട്ടി എന്ന് പറഞ്ഞാത്ത പട്ടി നമ്മൾ സ്ഥിരം ആരെങ്കിലുമൊക്കെ നീ പോടാ പട്ടി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ വേട്ടപ്പട്ടി, രേണുവിനെ വേട്ടയാടിയത് കൊണ്ട് തന്നെയാണ് വേട്ടപ്പട്ടി എന്ന് വിളിച്ചത്. അതുകൊണ്ട് ആ പേര് രേണു വിളിച്ചത്, അത് അക്ബർ വിളിച്ചത് കൊണ്ടാണ് രേണു ആ പേര് എടുത്തിട്ടത്. അക്ബറിനെ തിരിച്ച് പറഞ്ഞതും രേണുവിനെ ഇങ്ങനെ വിളിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. കാരണം ഇത്രയും ഓഡിയൻസ് കാണുന്നു എന്നുള്ളത്, അത് സത്യത്തിൽ രേണുവിന് അതൊരു ബാധകമല്ല. ഓഡിയൻസ് 100 പേര് തന്നെ കുറ്റം പറഞ്ഞാലും തനിക്കൊന്നുമില്ല, ഒരു ചുക്കും ഇല്ലെന്ന് പറഞ്ഞ ആളാണ് രേണു. പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഒരു വാക്ക് കേട്ട് തന്നെ ഇങ്ങനെ വിളിച്ചു, അത് ബിഗ് ബോസ് പറഞ്ഞിട്ട് തന്നെയാണ്, അങ്ങനെ ഒരു ടാസ്ക് ആണ്, ഇത്രയും പേര് കേട്ടു എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതെന്തായാലും രേണുവിന് വരും. രേണുവിനെന്നല്ല, അത് ആർക്കും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുന്നത് എന്തായാലും രേണുവിനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് PR വർക്കായിട്ട് നിങ്ങൾ കാണണ്ട, ഇനി കണ്ടാലും ഒന്നുമില്ല. കാരണം അക്ബറാണ് ബിഗ് ബോസ് ഷോ തുടങ്ങിയ അന്ന് തൊട്ട് അക്ബർ, ഷാനവാസ്, അപ്പാനി ശരത്ത്, ആര്യൻ തുടക്കം കുറച്ചൊരു നല്ല ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത്. പക്ഷെ ഇപ്പൊ സൈലന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഷാനവാസ് ആണെങ്കിലും അനുമോളുടെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. അക്ബർ കൂടെ ഷാനവാസിനിട്ട് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ രേണുവിന് ഇതുവരെ സ്വന്തമായിട്ടൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല, ക്രിയേറ്റ് ചെയ്യാൻ രേണു ശ്രമിച്ചിട്ടുമില്ല. ശരിക്കും വന്ന പാടെ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു മൂഡിലാണ്. നമ്മളെ ജിസേൽ ഫസ്റ്റ് ആ ഒരു രാത്രിയിൽ പറയുന്നുണ്ട്, ജിസേൽ രേണുവിനോട് ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് ആ ബാൻഡ് മേടിക്കാൻ പറയുമ്പോൾ രേണു പറയുന്നത് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ആ രേണു ഇന്നിപ്പം എല്ലാവരും പറയുന്നുണ്ട് അത്ര ആക്റ്റീവ് അല്ല എന്ന്. അതുപോലെ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് നമ്മൾ രേണു എങ്ങനെയായിരുന്നു എന്ന് കണ്ടതിന്റെ ഒരു പകുതി പോലും ബിഗ് ബോസ് ഹൗസിൽ ഈ പ്രതീക്ഷിച്ച കണക്കൊന്നും വന്നിട്ടുമില്ല. ഇപ്പൊ രേണു ബിഗ് ബോസ് ഹൗസിൽ വന്നാൽ ബിഗ് ബോസ് ഹൗസ് കത്തും എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു. ചുമ്മാ ഒരു കാര്യം എടുത്തിടുമ്പം കുറച്ച് അലറി വിളിച്ച് സംസാരിക്കാൻ മാത്രമുള്ള ഒരു കഴിവ് മാത്രമേ രേണുവിനുള്ളൂ. അപ്പോൾ രേണുവിന് ഇത് വീണ് കിട്ടിയ അവസരമാണ്, ഒരു വിക്ടിം കാർഡ് ഇറക്കാനുള്ള, അതുപോലെ തന്നെ പുറത്ത് ഇപ്പോൾ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അത് ഗെയിമിന്റെ പാർട്ടാണ്.
ഈ സെപ്റ്റിക് ടാങ്ക് പ്രയോഗം എന്തായാലും യോജിക്കാൻ കഴിയില്ല. അതും അക്ബറാണ് ഇതിങ്ങനെ വിളിച്ചത് കൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് രേണുവിന് വരാനുള്ള സാധ്യതയുണ്ട്. അക്ബറിന് സപ്പോർട്ട് കുറയും എന്ന് തോന്നുന്നില്ല, കാരണം വിളിച്ചിരിക്കുന്നത് രേണുവിനെയാണ്. അപ്പോൾ കോൺഷ്യസ്ലി അക്ബർ വിളിച്ചത് തന്നെ ആയിരിക്കാം രേണുവിനെ, കാരണം ഇത് ജനങ്ങൾ വിളിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്ന തോന്നലിലാണ് അക്ബർ വിളിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമന്റ് ബോക്സിൽ നിന്ന് കിട്ടിയ ഏതോ ഒരു പേരാണ് ഈ പേര്. കാരണം ഡാഗിനി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് അനുഭവിച്ച ഒരു വ്യക്തിയാണ് രേണു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് പോലെ ഈ രേണു അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ള മലയാളികളായിട്ടുള്ള വ്യക്തികളൊക്കെ ഡ്രസ്സിങ് സെൻസിൽ ഞാൻ കാത്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രേണു എപ്പോഴാണ് കുറച്ച് മോഡേൺ ഡ്രസ്സോ അല്ലെങ്കിൽ ഷോർട്സോ ഇടുന്നതെന്നും ഞാൻ നോക്കിയിരിക്കുകയാണ്. കാരണം രേണുവിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത് അവരിടുന്ന വസ്ത്രം വയറ് കാണിക്കുന്നു, പൊക്കിള് കാണിക്കുന്നു എന്നൊക്കെയാണ്. അത് ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോഴായിരിക്കും അടുത്ത ഒരു പൊട്ടിത്തെറി. പക്ഷെ ജിസേൽ എങ്ങനെ നടന്നാലും അതിനകത്ത് ആ പ്രശ്നം വരുന്നില്ല ശരിക്കും. കാരണം ജിസേലിന് അങ്ങനെ ഇടാനുള്ള ഒരു പ്രിവിലേജ് ഉള്ളതായിട്ടാണ് നമ്മുടെ മലയാളികളായിക്കോട്ടെ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഷാനവാസ് ഏതായാലും ശരി, ജിസേലിനെയൊക്കെ ഈ വസ്ത്രധാരണത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ രേണു എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ രേണുവിന് ഒരു കോണ്ടന്റ് കിട്ടും എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ പോലും ഒരു കോണ്ടന്റ് ക്രിയേറ്റഡ് ആയിട്ടില്ല. ഇനി ഏതായാലും ശരി, ഇന്ന് തൊട്ട് രേണു എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കണ്ടറിയാം. എല്ലാവരും ഒരു ട്രാക്കിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ, 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ജിസേലിന് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ട് അപ്പാനി ശരത്തായിരുന്നു. രേണുവിന് ഇപ്പോൾ അക്ബർ ഒരു തുറുപ്പ് ചീട്ടായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് വെച്ച് വെൽ പ്ലാൻഡ് ആയിട്ട് രേണു കളിച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും വിൻ ചെയ്യാനുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റോറീസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.